അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. കഥ കേൾക്കാൻ നീ റെഡിയാണോ മോനെ? ഞാൻ റെഡിയാണ്. തലൂത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയണം. ശരി, പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തലൂത്തിനെ കുറിച്ചല്ല, മറ്റൊരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. അതാരാണ് ബാബ? ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. തലൂത്തും സൈന്യവും ഫലസ്തീൻ സൈന്യത്തെ നേരിടാൻ പോയതുവരെ ബാബ പറഞ്ഞിരുന്നു. പലസ്തീൻ സൈന്യത്തിന്റെ നേതാവ് ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് ഗോലിയാത്തല്ലേ, ഒരു വലിയ മനുഷ്യൻ. മാഷാ അല്ലാ, അത് ശരിയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ബിസ്മില്ലാ. കഴിഞ്ഞ എപ്പിസോഡിൽ ഫലസ്തീൻകാരെ നേരിടാൻ ഒരു ചെറിയ സൈന്യവുമായി പോകുന്ന തലൂത്തിനെ നമ്മൾ കണ്ടു. ഫലസ്തീൻകാരുടെ വലിയ സൈന്യത്തെ കണ്ടപ്പോൾ തലൂത്തിന്റെ സൈന്യത്തിൽ പലരും ഓടിപ്പോയി. ഫലസ്തീൻ സൈന്യത്തിന്റെ നേതാവ് ഭീമാകാരനും വലിയ ശക്തനുമായ ഗോലിയാത്തായിരുന്നു. രണ്ട് സൈന്യവും പരസ്പരം മുഖാമുഖം വന്നപ്പോൾ തലൂത്തിന്റെ സൈന്യത്തിൽ നിന്നും ആരെങ്കിലും അവരുടെ സൈന്യത്തിൽ ഒരാളുമായി ഒറ്റയ്ക്ക് പോരാടാൻ ഗോലിയാത്ത് വെല്ലുവിളിച്ചു. സൈന്യങ്ങളെല്ലാം ഒരുമിച്ച് പോരാടുന്നതിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടുന്നത് ആ കാലത്തെ ഒരു രീതിയായിരുന്നു. നമ്മളുടെ ഭാഗത്തു നിന്നും ആരാണ് തയ്യാറായിട്ടുള്ളത്? തലൂത്ത് ചോദിച്ചു. എന്നാൽ അവർക്ക് ഭയമായിരുന്നു. ആരും സ്വമേധയാ പോരാടാൻ മുന്നോട്ട് വന്നില്ല. ഗോലിയാത്തിനെതിരെ പോരാടുന്ന ആൾക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്, തലൂത്ത് പറഞ്ഞു. എന്നിട്ടും ആരും തയ്യാറായില്ല. എല്ലാവരും നിശബ്ദരായിരുന്നു. തലൂത്ത് നിരാശനായി. ഗോലിയാത്തിനോട് പോരാടാൻ തൻ്റെ പടയാളികൾക്ക് ഭയമാണെന്ന് അവന് മനസ്സിലായി. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിന്നും തീരെ ചെറിയ ഒരു യുവാവ് മുന്നോട്ട് വന്നത്. ഞാൻ ഗോലിയാത്തിനെ നേരിടാൻ തയ്യാറാണ് എന്ന് യുവാവ് പറഞ്ഞു. പടയാളികൾ അവനെ കണ്ട് പരിഹസിച്ച് ചിരിച്ചു. അത് ദാവൂദ് നബി അലൈഹിസ്സലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ സൈന്യത്തിൽ പടയാളികളായിരുന്നു. അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു. യുദ്ധരംഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കാൻ പിതാവ് യുദ്ധരംഗത്തേക്ക് അയച്ചതായിരുന്നു അദ്ദേഹത്തെ. യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്ന് കർശന നിർദ്ദേശവുമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ യുവാവിൻ്റെ ധൈര്യത്തിൽ തലൂത്തിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ധൈര്യം കണ്ട് എനിക്ക് സന്തോഷമായി. പക്ഷേ ആ കരുത്തനായ പോരാളിയോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കാകില്ല. ധീരന്മാർ മുന്നോട്ട് വരട്ടെ. എന്നാൽ ഗോലിയാത്തുമായി പോരാടാൻ അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം രാജാവിനോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഉറക്കത്തെ ശല്യം ചെയ്ത ഒരു സിംഹത്തെ ഇന്നലെ ഞാൻ കൊന്നു. അതിനു മുമ്പ് ഒരു കരടിയെയും ഞാൻ ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ രൂപം കണ്ട് എന്നെ വിലയിരുത്തരുത്. ആ യുവാവിൻ്റെ ധീരത കണ്ട് തലൂത്ത് ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുകയും ശക്തി നൽകുകയും ചെയ്യട്ടെ. അദ്ദേഹത്തെ ഒരു പോരാളിയുടെ വസ്ത്രങ്ങൾ അണിയിക്കുവാനും ഒരു വാൾ കൊടുക്കുവാനും രാജാവ് തൻ്റെ ആളുകളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ദാവൂദ് നബി യുദ്ധവസ്ത്രം ധരിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് അതിൽ താൽപ്പര്യമില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് തടസ്സമായിരുന്നു. പടയങ്കികൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു. കുറച്ച് കല്ലുകൾ ശേഖരിച്ച് അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിറച്ചു. എന്നിട്ട് തൻ്റെ കവണയ്ക്ക് തൊട്ടടുത്തായി തോളിൽ തൂക്കിയിട്ടു. തലൂത്ത് ഇപ്പോൾ വിഷമത്തിലാണ്. നിങ്ങളെങ്ങനെയാണ് കുറച്ച് കല്ലും ഒരു കവണയുമായി യുദ്ധത്തെ പ്രതിരോധിക്കാൻ പോകുന്നത്? അദ്ദേഹം ചോദിച്ചു. കരടിയുടെ നഖങ്ങളിൽ നിന്നും സിംഹത്തിൻ്റെ പല്ലുകളിൽ നിന്നും എന്നെ രക്ഷിച്ച അള്ളാഹു ഈ ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കും, പ്രവാചകൻ മറുപടി പറഞ്ഞു. പ്രവാചകൻ ശത്രുക്കളുടെ നേരെ നടന്നു. അത് കണ്ടപ്പോൾ എതിർ സൈന്യത്തിലുള്ളവർ പൊട്ടിച്ചിരിച്ചു. യുദ്ധം ചെയ്യാൻ വന്ന ആ യുവാവിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഇവിടെ കളിക്കാൻ വന്നതാണോ? അതോ നിനക്ക് ജീവിതം മടുത്തോ? എൻ്റെ വാൾ ഒറ്റത്തവണ വീശി നിന്റെ തല വെട്ടാൻ എനിക്ക് കഴിയും. അപ്പോൾ ദാവൂദ് നബി പറഞ്ഞു, നിങ്ങൾക്ക് മേലങ്കിയും കവചങ്ങളും വാളും ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നേരിടും. എൻ്റെ റബ്ബിൻ്റെ നിയമങ്ങളാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കവണയിൽ ഒരു കല്ല് വച്ച് ഗോലിയാത്തിനെ ലക്ഷ്യം വച്ച് നിന്നു.
അദ്ദേഹം തൊടുത്തുവിട്ട ആ കല്ല് ശരവേഗത്തിൽ ചെന്ന് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ചു. ഗോലിയാത്തിന്റെ നെറ്റിയിൽ നിന്നും രക്തമൊഴുകി. തന്റെ വാൾ വീശാനുള്ള അവസരത്തിന് മുമ്പ് തന്നെ ആ ഭീമൻ നിലം പതിച്ചു. അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ഫലസ്തീൻ സൈന്യം ഞെട്ടിപ്പോയി. അവരുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ അവർ ജീവനും കൊണ്ട് ഓടിപ്പോയി. തലൂത്തിനും സൈന്യത്തിനും സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധത്തിൽ അവർ ജയിച്ചിരിക്കുന്നു. വർഷങ്ങളായുള്ള കഷ്ടപ്പാടിന് ഒരു അവസാനമായിരിക്കുന്നു. തലൂത്തിന്റെ ആളുകൾ അതിയായി സന്തോഷിക്കുകയും പ്രവാചകനെയും ചുമന്നുകൊണ്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ദാവൂദ് നബി ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ നായകനായി. തലൂത്ത് വാക്ക് പാലിക്കുകയും തൻ്റെ മകളെ യുവയോദ്ധാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയും തൻ്റെ മുഖ്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായി ദാവൂദ് നബിയെ നിയമിക്കുകയും ചെയ്തു. പ്രവാചകൻ ഇസ്രായേലിൽ പ്രശസ്തനായി. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രശസ്തിയിൽ അദ്ദേഹം ഒട്ടും അഹങ്കരിച്ചിരുന്നില്ല. അദ്ദേഹം പ്രശസ്തിക്ക് അടിമപ്പെടാതെ അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിച്ചു. അതുകൊണ്ടുതന്നെ തൻ്റെ വിജയം ആഘോഷിക്കാൻ അദ്ദേഹം ഒരു കൊട്ടാരത്തിലേക്കും പോയില്ല. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹുവിനെ പുകഴ്ത്തി പാടുകയും ചെയ്തു. അദ്ദേഹം പാടിത്തുടങ്ങിയപ്പോൾ പക്ഷികൾ, സസ്യങ്ങൾ എന്നിവ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അള്ളാഹുവിനെ പുകഴ്ത്തിപ്പാടി. അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തപ്പോൾ പക്ഷികളും മൃഗങ്ങളും അദ്ദേഹത്തോടൊപ്പം സന്തോഷം പങ്കിട്ടു. അതുമാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷകൾ മനസ്സിലാക്കാനുള്ള കഴിവും അള്ളാഹു ദാവൂദ് നബിക്ക് നൽകി അനുഗ്രഹിച്ചിരുന്നു. പ്രവാചകന് ആ സമയത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ശീലമുണ്ടായിരുന്നു. അദ്ദേഹം രാത്രിയുടെ ആദ്യ പകുതിയിൽ ഉറങ്ങുകയും പിന്നീട് കുറേ സമയത്തേക്ക് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും പോയി കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു. അക്കാലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഓരോ യുദ്ധവും ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജനം അദ്ദേഹത്തെ അങ്ങേയറ്റം സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. തലൂത്തിന് പ്രവാചകനോട് അസൂയ തോന്നിത്തുടങ്ങി. ജനങ്ങൾ അദ്ദേഹത്തേക്കാൾ കൂടുതൽ പ്രവാചകനെ സ്തുതിക്കുന്നതും സ്നേഹിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം രാജാവിന് തന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുള്ളതായി അദ്ദേഹത്തിന് തോന്നി. തൻ്റെ പിതാവിനെ വിഷമിപ്പിക്കുന്നതെന്താണെന്ന് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഒരു കാര്യവും മറച്ചുവെക്കാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ പിതാവിന് നിങ്ങളുടെ പ്രശസ്തിയിൽ അസൂയയാണ്. തനിക്ക് രാജ്യം നഷ്ടപ്പെടുമോയെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇത് കേട്ട് പ്രവാചകൻ ഞെട്ടിപ്പോയി. തലൂത്ത് എന്തോ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും പ്രവാചകനോട് സൂക്ഷിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. അടുത്ത ദിവസം തലൂത്ത് പ്രവാചകനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, കനാൻ തങ്ങളുടെ സൈന്യത്തെ വിളിച്ചുകൂട്ടി നമുക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നമ്മുടെ സൈന്യത്തെ ഒരുമിച്ചുകൂട്ടി അവരുമായി യുദ്ധം ചെയ്യണം. നിങ്ങൾ വിജയികളാകാതെ തിരിച്ചു വരരുത്. പ്രവാചകനെ ഒഴിവാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സൂത്രമാണിതെന്ന് നബിക്ക് മനസ്സിലായി. ഞാൻ സൈന്യവുമായി അവരോട് യുദ്ധം ചെയ്യാം, അദ്ദേഹം മറുപടി പറഞ്ഞു. കനാന്റെ സൈന്യം വലുതും ശക്തവുമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ദാവൂദ് നബി കനാൻകാരെ ധീരതയോടെ നേരിട്ടു. നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന ഭീകരമായ പോരാട്ടത്തിനു ശേഷം അള്ളാഹു അവരെ വിജയം നൽകി അനുഗ്രഹിച്ചു. യുദ്ധത്തിൽ നബി കൊല്ലപ്പെടുമെന്ന് തലൂത്ത് കരുതി. പ്രവാചകൻ അത്തരമൊരു വലിയ സൈന്യത്തെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ജനങ്ങൾ പ്രവാചകനെ തോളിലേറ്റുവരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടി വർദ്ധിച്ചു. തൻ്റെ വിശ്വസ്തനായ പടയാളികളിൽ ഒരാളെ വിളിച്ച് തലൂത്ത് പ്രവാചകനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി. എന്നാൽ പ്രവാചകന്റെ ഭാര്യ അവരുടെ പദ്ധതികൾ കേട്ടു. അവർ ഭയന്നുപോയി. അവൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ തൻ്റെ സാധനങ്ങളും ഭക്ഷണങ്ങളുമായി ഒട്ടകപ്പുറത്ത് കയറി യാത്രയായി. തലൂത്തിന് പ്രവാചകനോട് അസൂയ തോന്നിയപ്പോൾ സ്വന്തം മകളെക്കുറിച്ചുപോലും അയാൾ ചിന്തിച്ചില്ല. മാഷാ അല്ലാ, നല്ല കഥയായിരുന്നു ബാബ.
പ്രവാചകൻ വെറും ഒരു കല്ലെടുത്ത് ഗോലിയാത്തിനെ കൊല്ലുന്ന ഭാഗം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അമീർ, നീ ചോദ്യങ്ങൾക്ക് തയ്യാറാണോ? അതെ, ശരി. പലസ്തീൻ സൈന്യത്തിന്റെ നേതാവിന്റെ പേരെന്താണ്? അത് ഞാനിപ്പോ പറഞ്ഞില്ലേ, ഗോലിയാത്തായിരുന്നു. ദാവൂദ് നബി ഗോലിയാത്തിനെ കൊന്നതെങ്ങനെയാണെന്ന് പറയൂ. ദാവൂദ് നബി അലൈഹിസ്സലാം കല്ലും കവണയും ഉപയോഗിച്ചാണ് ഭീമാകാരനായ ഗോലിയാത്തിനെ വധിച്ചത്. ശരിയല്ലേ ബാബ? ഗോലിയാത്തിനെ വധിക്കുന്നയാളിന് എന്ത് പ്രതിഫലമാണ് തലൂത്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത്? ഗോലിയാത്തിനോട് ഏറ്റുമുട്ടുന്നവർക്ക് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് തലൂത്ത് വാഗ്ദാനം ചെയ്തു. മാഷാ അല്ലാഹ്, നീ എല്ലാ ശരിയുത്തരങ്ങളും പറഞ്ഞു. നമുക്ക് ഉറങ്ങാനുള്ള സമയമായി. ബാക്കി കഥ നമുക്ക് നാളെ പറയാം. ഗുഡ് നൈറ്റ് ബാബ. ഗുഡ് നൈറ്റ് മൈ സൺ.